ഹേ ഗായ്സ്, നമുക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ അടിപൊളി മീൻകറി തയ്യാറാക്കിയാലോ. അപ്പം ആദ്യം തന്നെ ഉരുളി വെക്കാം. നമുക്ക് വേണ്ടത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഉരുളി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് എന്തിട്ട് കൊടുക്കണം, പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ അതിനുശേഷം നമുക്കിവിടെ ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല ചൂട് തിളച്ച വെള്ളം ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ തിളച്ച വെള്ളത്തിനകത്താണ് നമ്മൾ ഈ പൊടി ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ തിളച്ച വെള്ളം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ആ ചൂട് വെള്ളത്തിനകത്തോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നല്ല രീതിയിൽ കുറുക്കി എടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്, ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് എണ്ണ ആണെങ്കിൽ മുകളിലിങ്ങനെ തെളിഞ്ഞ് വരില്ലേ, അതുവരെ നമ്മളിട്ട് നല്ല രീതിയിൽ ഇതിനെ കുറുക്കി എടുക്കണം. അതാണ് ഗൈസ് ഈ മീൻകറിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. വേറെ ഒരു പണിയില്ലാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സൂപ്പർ മീൻകറിയാണ് ഗൈസ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓഫീസിൽ പോകുന്നവർക്കും എല്ലാം ഭയങ്കര പ്രയോജനമാണ് ഗൈസ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കണ്ടില്ലേ, കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ ഇട്ട് കുറുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി നല്ല ഭംഗിയിലൊരു കളറിൽ വരും. അപ്പോൾ ഇപ്പോൾ നോക്കിക്കോ, കളറൊക്കെ മാറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഗൈസ്. ഇതിൽ നിന്നും കുറച്ചും കൂടെ നല്ലൊരു റെഡ് കളറാവണം. ആ ഒരു പരുവെത്തുമ്പോഴാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവെത്തും. ആ ഒരു പരുവെത്തുമ്പോൾ നമ്മളാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗൈസ്. അതിനുശേഷം നമുക്ക് ആ വെള്ളം തിളപ്പിക്കാം. നമ്മളിവിടെ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഫിഷൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ മീൻകറിക്ക് നമുക്കാണെങ്കിൽ ഉള്ളി പൊളിക്കേണ്ട ആവശ്യമില്ല. കൊച്ചുള്ളിയോ സവോളയോ ഒന്നും ആവശ്യമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് തിളച്ച വെള്ളവും, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല ഗൈസ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ ഈ ബാച്ചിലേഴ്സിനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ മീൻകറി. അങ്ങനെ നമ്മുടെ മീനൊക്കെ നമ്മളിട്ട് സെറ്റാക്കി. ഓക്കെ, നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇത് ഇരിക്കെ കുറച്ച് കളർ ചേഞ്ച് ആയി നല്ലൊരു റെഡ് കളറിൽ വരും ഗൈസ്. തൻ്റെ ഈ ഒരു കളറിൽ വരും ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ മീൻകറി സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.